ശ്രീ സെൻകുമാർ, ആന്റണി രാജുവിന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആന്റണി രാജു കുറ്റക്കാരനാണ് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയതാണ്. നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അത് കണ്ടെത്തി. പക്ഷേ അതിനുശേഷം പിന്നെ അത് മേൽക്കോടതിക്ക് വിടുകയാണല്ലോ രാവിലെ ഉണ്ടായത്. മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചത് ശിക്ഷാവിധിയിലൊക്കെ വലിയ മാറ്റങ്ങളാണ് വിചാരിച്ചത്. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാകുമ്പോൾ 3 വർഷം അതിന് മുകളിലേക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മേൽക്കോടതിയിലേക്ക് ശിക്ഷ വിധിക്കാൻ വിട്ടത് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ശിക്ഷാവിധി വന്നപ്പോൾ എന്താണോ നെടുമങ്ങാട് കോടതിയിൽ നിന്ന് കൊടുക്കാവുന്ന ആ ഒരു ശിക്ഷ അതുമാത്രമാണ് മേൽക്കോടതിയിൽ നിന്നും ഉണ്ടായത്. അതിനെ എങ്ങനെ കാണാം? എന്തുകൊണ്ടായിരിക്കും മേൽക്കോടതിയിലും അതേ ഒരു ശിക്ഷയിൽ തന്നെ നിന്നത്? അത് വളരെ പഴകിപ്പോയ കേസായതുകൊണ്ടായിരിക്കണം. പിന്നെ ഞാൻ അതേപ്പറ്റി വലിയ ബോധേടല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ട് ഇതിലുണ്ടായത് ഒരു തെറ്റായ കാര്യം ചെയ്തിട്ട് അത് പോലീസിന്റെ തലയിൽ വെച്ചു. പോലീസാണ് അത് ചെയ്തത് എന്ന ഒരു ഹൈക്കോടതി വിധി ഉണ്ടായി. അതിൽ നിന്ന് ആ ചെളി പോലീസിന്റെ മുഖത്ത് നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു എന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അത് ഇതായി. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ആന്റണി രാജുവിനോടോ മറ്റേ പ്രതിയെ എനിക്ക് അറിയ പോലുമില്ല. അദ്ദേഹത്തിനോടൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. അപ്പൊ അവർക്ക് 3 വർഷമാണെങ്കിൽ 3 വർഷം അതൊരു എക്സംപ്ലറി തിങ് ആയിട്ടാണ്. അതില് തീർച്ചയായിട്ടും ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ 2 വർഷം കഴിയുമ്പോൾ തന്നെ വരും. അപ്പൊ അതുകൊണ്ട് ഇത്രയും 36 വർഷമായി. അപ്പൊ ഈ എന്താ പറയുന്നത്, അതേപ്പറ്റി അത് കോടതി വിധി അങ്ങനെ നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു പഴകിയ കേസായതുകൊണ്ട് മാത്രം അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മുൻപിലില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, അനുഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. നിയമപരമായ കാര്യങ്ങൾ അവ്യക്തതയുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു പഴയ കേസായതുകൊണ്ട് മാത്രം ഇങ്ങനെ വരാനൊരു സാഹചര്യം അത് എങ്ങനെയാണത്? അല്ല, അത് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കാം കോടതി ഒരുപക്ഷെ കണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് അത് വിധി കണ്ടാലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ എന്താ പറയാ, അത് വിധിയാണ്, അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഐ ആം നോട്ട് മച്ച് ബോതേഡ് അബൌട്ട് ദ ഇയർ ഓഫ് പണിഷ്മെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് 3 വർഷം ശരി, 2 വർഷത്തിൽ കൂടുതലായിരിക്കുന്നിടത്തോളം കാലം ദാറ്റ് ഈസ് ഓക്കെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഇത് ബാക്കിയുള്ളവർക്ക് കണ്ണു തുറക്കുന്ന ഒരു വിധിയാണ്. അത് നടന്നു, ആ കാര്യം നടന്നു എന്നുള്ളതാണ്. അപ്പൊ അതില് ശിക്ഷയുടെ ദൈർഘ്യം അതേപ്പറ്റി 2 വർഷത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കണമെന്നുണ്ടായിരുന്നു. അത് ഓക്കെ, അത് നടന്നിട്ടില്ല. ആന്റണി രാജു MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനാവുമോ? ഇനിയിപ്പോൾ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ MLA സ്ഥാനം രാജിവെക്കണം, അങ്ങനെയല്ലേ നിയമം അനുശാസിക്കുന്നത്? MLA സ്ഥാനം ഇമ്മീഡിയറ്റ് ആയിട്ട് പോകും. മാത്രമല്ല ഈ കൺവിക്ഷനും കൂടി സ്റ്റേ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ 6 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല. അടുത്ത 6 വർഷത്തേക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇലക്ഷൻ മത്സരിക്കാനാവില്ല. പക്ഷെ ഇനിയിപ്പോൾ നമ്മുടെ ഈ നിയമസഭയുടെ കാലാവധി എന്ന് പറയുന്നത് ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. 4-5 മാസങ്ങൾ കൊണ്ട് തീരുന്നതാണ് അത്. ആ സമയത്ത് ബൈ ഇലക്ഷൻ ഉണ്ടാകില്ലല്ലോ. അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടാകില്ല. കാരണം അത്ര കുറഞ്ഞ 6 മാസത്തിൽ താഴെയുള്ള സമയമല്ലേ. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ട് രാജിവെക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാനാവുമോ? ഇല്ല, അത് അതിനെ ആസ്പദമാക്കിയല്ല. അത് 2 വർഷം കൺവിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഹി ഹാസ് ടു, അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് നടപ്പാകും. അത് ഇനിയിപ്പോ ജഡ്ജ്മെന്റിന്റെ കോപ്പി സ്പീക്കറുടെ അവിടെ കിട്ടിയാൽ നടപ്പാകും. ആന്റണി രാജു എന്തായാലും അപ്പീൽ പോകുമല്ലോ, അതിന് തന്നെയാണ് സാധ്യത. അപ്പീൽ പോവുകയാണെങ്കിലും MLA സ്ഥാനത്ത് തുടരാനാവില്ല അല്ലെ, രാജിവെക്കേണ്ടി വരും. അല്ല, ഇപ്പൊ ജാമ്യം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ഹയർ കോടതി അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ ഇത് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് നിലനിർത്താൻ പറ്റുള്ളൂ. കൺവിക്ഷനും സെന്റൻസും രണ്ടും കൂടി സ്റ്റേ ചെയ്താൽ മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ സെന്റൻസ് മാത്രം സ്റ്റേ ചെയ്ത് ജാമ്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ഇത് ഇനി ഹയർ കോടതി പോയിട്ട് കൺവിക്ഷൻ കൂടി സ്റ്റേ ചെയ്താൽ മാത്രമേ അതിന് വല്ല ഫലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പോകുന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ TP സെൻകുമാർ. മുൻ DGP TP സെൻകുമാറാണ് പ്രതികരിച്ചത്.